മഞ്ചേശ്വരത്ത് CPM-ന്റെ വോട്ട് കൊണ്ടാണ് കാലാകാലമായിട്ട് മുസ്ലിം ലീഗും UDF-ഉം ജയിക്കുന്നത് എന്നുള്ള ഏറ്റുപറച്ചൽ അത് കേരളത്തിൽ എല്ലാ കാലത്തും രൂപം കൊണ്ടിട്ടുള്ള CPM കോൺഗ്രസ് ലീഗ് അവിശുദ്ധ ബാന്ധവത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ്. ഞങ്ങൾ ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാ കാലത്തും മഞ്ചേശ്വരത്ത് BJP-യെ തോൽപ്പിക്കാൻ CPM ലീഗിനെ സഹായിക്കുന്നു എന്നുള്ളത് എത്രയോ കാലങ്ങളായി ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ളൊരു ആരോപണമായിരുന്നു. ശ്രീ KG മാരാർ മഞ്ചേശ്വരത്ത് മത്സരിച്ചപ്പോഴും അതിനു മുമ്പ് ശ്രീ ശങ്കരാൽബ മഞ്ചേശ്വരത്ത് മത്സരിച്ചപ്പോഴും ശ്രീ ബാലകൃഷ്ണ ഷെട്ടി മത്സരിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2 പ്രാവശ്യം ശ്രീ K സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും CPM-ആണ് ലീഗിനെ വിജയിപ്പിച്ചത്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ നിഷേധിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. പക്ഷേ ഇന്നത് അവർ തന്നെ തുറന്നു സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്താൻ UDF-ഉം LDF-ഉം തയ്യാറാകണം. എന്തിനാണ് 2 സ്ഥാനാർത്ഥികളെ നിർത്തിയ ജനാധിപത്യത്തെ ഇവർ പരിഹസിക്കുന്നത്? CPM സ്വന്തം ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക, ഇവരുടെ ലീഗിന് വോട്ട് കൊടുക്കുക. അരുവാൾ ചുറ്റിക നക്ഷത്രത്തെ മറന്നുകൊണ്ട് കോണിക്ക് വോട്ട് ചെയ്യുന്ന ഏർപ്പാട് CPM ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. നിങ്ങൾ പരസ്യമായിട്ട് ലീഗിന് പിന്തുണ നൽകിക്കോളൂ. ഏതായാലും നിങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് ഇന്ത്യ സഖ്യം അത് ലീഗ് മത്സരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, CPM മത്സരിച്ച് കുഴപ്പമില്ല. BJP സ്ഥാനാർത്ഥിക്കെതിരായി പിൻവാതിൽ സഖ്യം ഏർപ്പെടുത്തുന്നതിന് പകരം പരസ്യമായി പൊതുസഖ്യം നടത്തി പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി BJP-ക്കെതിരായിട്ട് മത്സരിക്കാൻ CPM-നെയും ലീഗിനെയും ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കുന്നു. നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ രാഷ്ട്രീയം ജനങ്ങളോട് പറയേണ്ടത്. ലീഗ് വിരുദ്ധരായിട്ടുള്ള CPM അണികളുടെ വോട്ട് ഒരു ഭാഗത്ത് സമാഹരിക്കുക, എന്നിട്ട് ലീഗ് നേതാക്കന്മാരുടെ കാശ് വാങ്ങി ലീഗിനെ വിജയിപ്പിക്കുക. ഇതാണ് കാലാകാലമായി കാസർഗോഡ് ജില്ലയിൽ CPM നേതൃത്വം ചെയ്യുന്നത്. ലീഗ് നേതൃത്വം CPM നേതൃത്വത്തെ വിലക്കെടുക്കുകയാണ്, പണം കൊടുത്ത് വോട്ട് വാങ്ങുകയാണ്. ഇതിനെയെങ്കിലും CPM-ന്റെ പ്രവർത്തകന്മാർ തിരിച്ചറിയണം. അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥി നിർത്തി പിൻവാതിലൂടെ ലീഗ് നേതാക്കന്മാരായിട്ടുള്ള ധനാഢ്യന്മാരായ മുതലാളിമാരോടൊന്ന് കാശ് വാങ്ങിച്ച് വോട്ട് മറിച്ച് നൽകി ലീഗിനെ വിജയിപ്പിക്കുന്ന CPM-ന്റെ നിലപാടിനെക്കുറിച്ച് തിരിച്ചറിയാൻ ഇനിയെങ്കിലും ഈ ജില്ലയിലെ CPM പ്രവർത്തകന്മാർ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുന്നു. CPM നേതൃത്വം ചെയ്യേണ്ടത് ഈ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയം സ്വീകരിക്കുന്നതിന് പകരം വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു മുന്നണിയായി മത്സരിച്ച് BJP നേരിടാൻ തയ്യാറാകണം, ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറാകണം എന്ന് BJP അവരോട് ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം, പയ്യന്നൂരിലെ CPM നേതൃത്വം ഫണ്ട് വെട്ടിപ്പ് നടത്തിയതിനെക്കുറിച്ച്, പ്രത്യേകിച്ചും ഒരു MLA-യുടെ നേതൃത്വത്തിൽ ഫണ്ട് വെട്ടിപ്പ് നടത്തിയതിനെക്കുറിച്ച് വിവാദപരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ CPM-ന്റെ നേതാക്കന്മാർ തന്നെ നടത്തുകയാണ്. CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ, ഇപ്പോഴും പാർട്ടി ചുമതലയുള്ള വ്യക്തി, അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന കാര്യമാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വികൃതമായിട്ടുള്ള മുഖമാണ് ഇതിലൂടെ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. CPM നേതൃത്വം എങ്ങനെയാണ് അതിൻ്റെ പാർട്ടി അണികളെയും പൊതുസമൂഹത്തെയും വഞ്ചിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് എല്ലാ വിശ്വാസ്യതയും തകർന്നു പോയിരിക്കുന്നു CPM-ന്റെ. അതുകൊണ്ട് ഈ കാര്യത്തിൽ CPM-ന്റെ നേതൃത്വത്തിൻ്റെ പ്രതികരണം പോലും അങ്ങേയറ്റം പരിഹാസ്യമാണ്.
ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ജില്ലാ കമ്മിറ്റി അംഗം ഉന്നയിച്ചിട്ടുള്ള ഓരോ ആരോപണവും അതിന് മറുപടിയില്ല, അതിനൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. രക്തസാക്ഷികളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സമാഹരിച്ച ഫണ്ട് പോലും വിഴുങ്ങുന്ന പാർട്ടിയാണ് CPM എന്നാണല്ലോ ഇപ്പം ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞിട്ടുള്ളത്. കള്ള റെസീറ്റ് ബുക്കടിച്ച് ഒരു MLA-യുടെ നേതൃത്വത്തിൽ ലക്ഷങ്ങളും കോടികളും പിരിക്കുന്നു എന്നാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ തെളിവ് സഹിതം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഓഡിറ്റ് ചെയ്ത കണക്കിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, CPM എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും വെല്ലുവിളിയായിട്ടുള്ള ജനാധിപത്യത്തെയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും പരിഹാസ്യമാക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് നല്ലത് ഈ പാർട്ടി സ്വയം പിരിച്ചുവിടുന്നതാണ്.